ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരെയും ഒരു ചെറിയ അറിവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വാട്സാപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്രദമായേക്കും എന്ന് കരുതുന്ന ഒരു ചെറിയ അറിവിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. നമ്മളെല്ലാവരും തന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. നിങ്ങളിൽ പലരും നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു ചാറ്റ് ഡിലീറ്റ് ചെയ്ത ശേഷം അത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ്. വാട്സാപ്പിൽ ഒരു ചാറ്റ് റിക്കവർ ചെയ്യാൻ നമുക്ക് ആകെയുള്ളൊരു സൗകര്യമാണ് വാട്സാപ്പ് ഗൂഗിൾ ഡ്രൈവുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പിൽ നിന്നും നമുക്ക് റീസ്റ്റോർ ചെയ്യാം. അതിനായിട്ട് വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ചെയ്ത് കൊടുത്താൽ ലാസ്റ്റ് ആയിട്ട് സിങ്ക് ചെയ്ത ആ ബാക്കപ്പിൽ നിന്നും നമുക്ക് മെസ്സേജുകൾ റീസ്റ്റോർ ആകും. എന്നാൽ നമ്മൾ ഡെയിലി ബാക്കപ്പ് എടുക്കുമ്പോൾ ഇന്ന് നമ്മൾ ഒരു ചാറ്റ് ക്ലിയർ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരികെ എടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആ ഒരു പഴയ ചാറ്റ് ലഭിക്കില്ല. ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ചാറ്റുകളായിരിക്കും എപ്പോഴും നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ആ ചാറ്റും ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ട്രിക്കാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ചെയ്ത് ബാക്കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലും അതിൻ്റെ ഒരു ഡാറ്റാബേസ് ഫയൽ സ്റ്റോർ ആകുന്നുണ്ടാവും. വാട്സാപ്പിൻ്റെ ഡാറ്റാബേസ് എന്നൊരു ഫോൾഡറിനുള്ളിൽ അവസാനത്തെ 7 ദിവസത്തെ ഫയലുകൾ ഇതുപോലെ സേവ് ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഗൂഗിൾ ഡ്രൈവിന് പകരം നമ്മുടെ ആ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്നും നമുക്ക് ആ ഒരു ഫയൽ, അത് ഡാറ്റാബേസ് ഫയൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ മെസ്സേജുകളെല്ലാം റീസ്റ്റോർ ചെയ്യാം. അതെങ്ങനെയെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങൾ തുടക്കത്തിൽ മാത്രം കണ്ട് ചെയ്യാൻ ശ്രമിക്കരുത്. വളരെ സശ്രദ്ധം മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലാതെ മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരികയോ എന്നെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. നിങ്ങളിത് സശ്രദ്ധം ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസാനത്തെ 7 ദിവസത്തിനുള്ളിലുള്ള ഫയലുകൾ തിരികെ എടുക്കാൻ സാധിക്കും. എൻ്റെ വാട്സാപ്പ് അക്കൗണ്ട് നോക്കുക. ഇന്ന് വന്ന ഒട്ടനവധി മെസ്സേജുകൾ കാണാം. ഞാൻ ഇത് പഴയൊരു ദിവസം വരെയുള്ള ചാറ്റാക്കി മാറ്റുകയാണ്. നിങ്ങൾക്ക് ഏത് ദിവസത്തേക്ക് റീസ്റ്റോർ ചെയ്യാൻ ആകുമെന്ന് ചെക്ക് ചെയ്യാൻ അതിൻ്റെ ഡാറ്റാബേസ് ഏത് ദിവസത്തെയാണ് നിങ്ങളുടെ മൊബൈലിലുള്ളതെന്ന് അറിയണം. അതിനായി ഫയൽ മാനേജറിൽ, അതായത് മൈ ഫയൽസ് എന്ന ഐക്കൺ ഓപ്പൺ ആക്കി അതിൽ ഡിവൈസ് സ്റ്റോറേജ് എന്നത് ഓപ്പൺ ആക്കുക. അവിടെ വാട്സാപ്പ് എന്നൊരു ഫോൾഡറും ആ ഫോൾഡറിനുള്ളിൽ ഡാറ്റാബേസസ് എന്ന മറ്റൊരു ഫോൾഡറും അതിനുള്ളിലായി MSG സ്റ്റോർ എന്ന പേരിൽ കുറേ ഫയലുകളും കണ്ടേക്കാം. ഒരൊറ്റ ഫയൽ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഇനി ഈ വീഡിയോ കാണണ്ട. കാരണം ഇനി നിങ്ങൾക്ക് ഒരു മെസ്സേജും റിക്കവർ ചെയ്യാനാവില്ല. ഒന്നിലധികം ഫയൽ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പഴയ ഡേറ്റിലുള്ള ഫയൽ ഏതാണോ അതിലേക്ക് റീസ്റ്റോർ ചെയ്യാനാകും. മീഡിയ ഫയൽ റിക്കവർ ആകണമെങ്കിൽ അവ നമ്മുടെ ഫോണിലുണ്ടായിരിക്കണം. നോക്കുക, ഇതിൽ ആദ്യം കാണുന്ന ഫയൽ msgstore.db.crypt12 എന്നതാണ്. ഇത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റാബേസ് ആണ്. ഓരോ ദിവസവും ഈ പേരിന് മാറ്റം വന്നേക്കാം. അതിന് താഴെ MSG സ്റ്റോർ ഹൈഫൺ ഒരു ഡേറ്റുമുള്ള കുറേ ഫയലുകൾ കാണാം. ശരിക്കും നോക്കിയാൽ ഇന്ന് ജൂൺ മാസമാണെന്നും ജൂണിൽ മറ്റു തീയതികളിലെ ഫയലാണ് അതെന്നും മനസ്സിലാകും. അതുപോലെ പല ദിവസത്തെയും ഡാറ്റാബേസ് ഉണ്ടായേക്കാം. ഇന്ന് 11-ാം തീയതിയാണല്ലോ. പഴയ ദിവസത്തെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫോണിലുള്ള ആ ദിവസത്തെ ഡാറ്റാബേസ് ഉപയോഗിച്ച് അന്നത്തെ മെസ്സേജുകളിലേക്ക് തിരികെ എത്താം. അതായത് എൻ്റെ ഫോണിൽ ഇപ്പോൾ ഉള്ള 4-ാം തീയതിയിലത്തെ ഡാറ്റാബേസ് ഉപയോഗിച്ച് എനിക്ക് ജൂൺ 4 വരെയുള്ള ചാറ്റുകൾ റീസ്റ്റോർ ചെയ്യാനാകും. അതിനു മുൻപ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ എല്ലാ ഡാറ്റാബേസുകളും സെലക്ട് ചെയ്ത് വലതുവശത്തെ ഓപ്ഷനിൽ നിന്നും കോപ്പി എന്നതെടുത്ത് SD കാർഡിലോ മറ്റെവിടെയെങ്കിലും ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ ഇന്നത്തെ ഡാറ്റാബേസ് ഉപയോഗിച്ച് തിരികെ ഇന്നത്തെ മെസ്സേജുകൾ എടുക്കാനാകും. കോപ്പി ചെയ്ത ശേഷം വാട്സാപ്പ് എടുത്ത് സെറ്റിംഗ്സ് മെനുവിൽ നിന്നും ചാറ്റ്സ് എന്നെടുത്ത് ക്ലിയർ ഓൾ ചാറ്റ്സ് എന്നത് സെലക്ട് ചെയ്യുക. നമ്മുടെ വാട്സാപ്പിൽ വരുന്ന എല്ലാ മെസ്സേജുകളും ഡിലീറ്റ് ആകും. സ്വല്പസമയം അതിനെടുക്കും. അതിനുശേഷം ഡിലീറ്റ് ഓൾ ചാറ്റ്സ് എന്നതും സെലക്ട് ചെയ്യുക. ഇനി തിരികെ വാട്സാപ്പിൻ്റെ ഹോമിൽ വന്നാൽ അവിടെ നമ്മൾ അംഗമായ ഗ്രൂപ്പുകളുടെ പേര് മാത്രമേ കാണാനാകൂ. ബാക്കിയെല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അടുത്തതായി നിങ്ങൾ ബാക്കപ്പ് ചെയ്യാൻ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ അത് അൺലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ലിങ്ക് ചെയ്യാത്തവർ ഈ ഭാഗം ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്തെ ബാക്കപ്പിൽ നിന്നുമാവും റീസ്റ്റോർ ആവുക. നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി drive.google.com എന്നതിൽ നിങ്ങൾ ലിങ്ക് ചെയ്ത ഇമെയിൽ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം വലതുവശത്തെ ഗിയർ ഐക്കണിൽ അമർത്തി സെറ്റിംഗ്സ് എടുക്കുക. അതിൽ ഇടതുവശത്ത് മാനേജ് ആപ്സ് എന്നതിൽ വാട്സാപ്പ് മെസ്സഞ്ചർ എന്നതിന് നേരെ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഡിസ്കണക്ട് ഫ്രം ഡ്രൈവ് എന്നത് സെലക്ട് ചെയ്യുക.
തുടർന്ന് വരുന്ന ബോക്സിൽ ഡിസ്കണക്ട് എന്ന ബട്ടൺ അമർത്തുക. ഇനി ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് എടുക്കപ്പെടുകയോ അതിൽ നിന്നുമുള്ള ഡാറ്റാബേസ് ഉപയോഗിച്ച് റീസ്റ്റോർ ആവുകയോ ചെയ്യില്ല. ഇനി തിരികെ ഫോണിൽ വന്ന് സെറ്റിംഗ്സിൽ ആപ്ലിക്കേഷൻ മാനേജർ എടുത്ത് അതിൽ വാട്സാപ്പ് സെലക്ട് ചെയ്യുക. അവിടെ സ്റ്റോറേജ് എന്നത് സെലക്ട് ചെയ്ത് ക്ലിയർ ഡാറ്റ എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ വാട്സാപ്പ് സൈൻ ഔട്ട് ആകും. ഒരിക്കൽ കൂടി വാട്സാപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടിയും വരും. അത് ചെയ്യാൻ വരട്ടെ. അതിനു മുമ്പ് നമുക്ക് ചെറിയ ഒരു പണി കൂടി ഫയൽ മാനേജറിൽ ബാക്കിയുണ്ട്. ഫയൽ മാനേജറിൽ വാട്സാപ്പ് ഡാറ്റാബേസ് ഫോൾഡറിൽ ഡേറ്റ് ഇല്ലാതെ കിടക്കുന്ന ഫയൽ സെലക്ട് ചെയ്ത് വലതുവശത്തെ ഓപ്ഷനിൽ നിന്നും റീനെയിം സെലക്ട് ചെയ്യുക. ആ സമയത്ത് അതിൽ നിലവിലുള്ള പേര് കോപ്പി ചെയ്യുക. റീനെയിം ചെയ്ത് ഒപ്പം ഇഷ്ടമുള്ള ഒരു പേര് കൂടി നൽകുക. അതിനുശേഷം റീനെയിം എന്നത് അമർത്തുക. ഇപ്പോൾ ആ ഫയലിൻ്റെ പേര് മാറിയല്ലോ. ഇനി നമുക്ക് എന്നത്തെ ഡാറ്റാബേസിൽ നിന്നാണോ മെസ്സേജ് കാണേണ്ടത് ആ ഡാറ്റാബേസ് ഫയൽ സെലക്ട് ചെയ്ത് റീനെയിം അമർത്തി നമ്മൾ കോപ്പി ചെയ്ത ആ ടെക്സ്റ്റ്, അതായത് ആദ്യത്തെ ഫയലിൻ്റെ പേര് പേസ്റ്റ് ചെയ്ത് റീനെയിം അമർത്തുക. ഇപ്പോൾ പഴയ ഡാറ്റാബേസ് ഫയലിന് നിലവിലുള്ള ഡാറ്റാബേസിൻ്റെ പേരായി, പുതിയതിന് പഴയതിൻ്റെ പേരും. ഇനി വാട്സാപ്പ് ഓപ്പൺ ആക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യുക. റീസ്റ്റോർ എന്ന ഒരു പച്ച ബട്ടൺ വരുമ്പോൾ അത് സെലക്ട് ചെയ്ത് സ്വല്പസമയം വെയിറ്റ് ചെയ്യുക. മെസ്സേജുകൾ റീസ്റ്റോർ ആവുന്നതിൻ്റെ പ്രോഗ്രസ് കാണാം. അതിനുശേഷം നെക്സ്റ്റ് അമർത്തുമ്പോൾ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ചെയ്യാൻ ആവശ്യപ്പെടും. തൽക്കാലം നെവർ എന്ന് കൊടുക്കുക. തുടർന്ന് ഡൺ എന്നത് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ആ ദിവസം വരെയുള്ള മെസ്സേജുകൾ തുറന്ന് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. കൂട്ടുകാർക്ക് ഈ അറിവ് ഉപകാരപ്രദമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറക്കാതെ ഷെയർ ചെയ്യുക. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ഞാൻ രതീഷ് ഷാർമേനോൻ. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയ കൂട്ടുകാരറിയാൻ ചില കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയും. അതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക. വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ആ വീഡിയോയിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും. തൊട്ടു താഴെ വലത്തോട്ടുള്ള ഒരു ആരോ സിമ്പിൾ കാണാം. അതമർത്തിയാൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയവയുടെ ഐക്കൺ കാണാം. ഫേസ്ബുക്ക് ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് കാണാനാവും. ആ ബോക്സിൽ പോസ്റ്റ് എന്നത് അമർത്തിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അത് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ വാട്സാപ്പിലും ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം. ഉപകാരപ്രദമല്ല എന്ന് തോന്നിയാൽ മടിക്കാതെ അൺലൈക്കും അടിക്കുക. സ്നേഹപൂർവ്വം ഞാൻ രതീഷ് ഷാർമേനോൻ.